എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ചാ വിഷയം എന്നുള്ളത് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. നമുക്കിപ്പോൾ അറിയാം, കേരള സംസ്ഥാനത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു കാര്യം തന്നെയാണ് ലഹരിയുടെ ഉപയോഗം, അല്ലേ? പേപ്പറിൽ ഡെയിലി നോക്കുകയാണെങ്കിൽ ഒരു 10 കേസെങ്കിലും ഇതിനെക്കുറിച്ചുള്ളത് കാണുന്നുണ്ട്. ഈ ലഹരി ഉപയോഗം തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. കാരണം 2 തരത്തിലാണ് ഈ ലഹരി ഉപയോഗം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്. ഒന്ന് മാനസികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുമാണ്. കാരണം അവർക്ക് എപ്പോഴും ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള നിലയ്ക്കുള്ളൊരു ബിഹേവിയർ കൂടുതലാണ്. അപ്പോൾ അത് ഒരിക്കൽ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നിങ്ങളുടെ എനർജി ലെവൽ വളരെയധികം വർദ്ധിച്ച ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നീടാകുമ്പോഴത്തേക്കും അത് കുറഞ്ഞ് നോർമലിന് താഴെയുള്ള എനർജി ലെവൽ ആകുമ്പോഴത്തേക്കും ആ നോർമൽസിലോട്ട് എത്താൻ വേണ്ടിയാണ് പിന്നീട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ പോലുള്ള മാനസികമായ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, കൺഫ്യൂഷൻ, ഈ പറഞ്ഞ പോലുള്ള ക്രിമിനൽ ബിഹേവിയർ, അല്ലേ? ഇതെല്ലാം വളരെയധികം കൂടി വരും. ഇത് മാത്രമല്ലാതെ ഈ പറഞ്ഞ പോലെയുള്ള പല ഇഞ്ചക്ഷൻ മുഖേനയുള്ള നാർക്കോട്ടിക്സ് വഴി നമുക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C മുതലായ രോഗങ്ങളുടെ പടർച്ചയ്ക്കും അത് ഒരു കാരണമായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ നാർക്കോട്ടിക്സിൻ്റെ ഉപയോഗം തടയുക, കുട്ടികളെ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ കെയർ അറ്റൻഷൻ ഇല്ലാതെ അവർക്ക് മൊബൈൽ ഫോണുകളോ ഇതൊന്നും കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ നാർക്കോട്ടിക്സ് അപ്പോൾ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ ഫാമിലിയും അതിൽ നിന്നും സംരക്ഷിക്കുക. നിങ്ങളുടെ സമൂഹത്തിനെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നല്ലൊരു ജനതയെ നമുക്ക് വാർത്തെടുക്കാം. എത്ര മണി നിർത്തുന്നു. നന്ദി, നമസ്കാരം.